ഹായ്, പുതിയൊരു ഫിഷിംഗ് വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം. ഭയങ്കര കാറ്റാണ് കേട്ടോ, അതേ മോഡൽ സൗണ്ടാണ് കേട്ടോ. നല്ല കാറ്റും നല്ല ഓളവും ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ഫിഷിംഗ് എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഇത് കുരിപ്പുഴ പള്ളിയുടെ ബാക്ക് സൈഡാണ്. അപ്പോൾ ഇവിടെ നിന്ന് വന്ന് നോക്കിയത് എന്തായാലും ഉണ്ടോയെന്ന്. നമ്മൾ ലങ്ങ് വെച്ച് പിടിച്ച ഫിഷിങ്ങിൻ്റെ വീഡിയോ ഒക്കെ ഇടുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടിട്ട് വരണം. തോനെയൊന്നുമില്ല, 2-3 മീനേ കിട്ടിയിട്ടുള്ളൂ. ഉള്ളതുകൊണ്ട് തൃപ്തി. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾക്കൊരു കാര്യം ഞാൻ കാണിച്ചു തരാം. കണ്ടോ, കുറേ പേര് ഇന്ന് മീൻ പിടിക്കുന്ന കണ്ടോ. മീനെ അടിക്കുക പറയുന്നുണ്ടോ. ഒറ്റ മുങ്ങുക, ആ മുങ്ങോട് പൊങ്ങുന്നത് ഒരു മീനായിട്ടായിരിക്കും. അല്ല, അയാൾ അവിടെ നിന്ന് മീനെ അടിക്കുക ഉണ്ടോ. അല്ല, ഇച്ചിരി വലിയൊരു മീനാണ് അയാൾ തിന്നുന്നത് കണ്ടോ. അപ്പോൾ നമുക്കെന്തായാലും വീഡിയോയിലോട്ട് പോവാം. ഇവർ വന്ന ആ ഭാഗത്തെ മീൻ മൊത്തം പോവും. ഒരു മീൻ വരുന്നുണ്ടോ, വരുന്നുണ്ടോ. അതിനെ നമ്മൾ പമ്പ് ചെയ്തെടുക്കുന്നത് കേട്ടോ. കുറേ നമ്മുടെ നിന്ന് മിസ്സായിരുന്നു കേട്ടോ. ഒരുപാട് ഷോട്ട് നമ്മുടെ നിന്ന് മിസ്സായിപ്പോയി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി നാളായില്ലേ നമ്മൾ എടുത്തിട്ട്. കാരണം ഈ മഴയൊക്കെ ആയതുകൊണ്ട് ഞാൻ എടുക്കാതെ വെച്ചിരുന്നതായിരുന്നു. അപ്പം ഇന്നാണ് ഞാൻ അതെടുത്ത് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ കറക്റ്റായിട്ട് ലേമിങ് ഒന്നും കറക്റ്റ് കിട്ടിയില്ല കേട്ടോ. അതിനായിട്ടുള്ള ചെറിയ കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുരുങ്ങാൻ നിൽക്കുക. അടുത്ത പറഞ്ഞു കുരി. ചെറുതാണ്, ഇവിടെ കിടക്കട്ടെ. കയറും കൊണ്ടാന്ന് നോക്കട്ടെ. ഞാൻ ഈ തിട്ടയുടെ മണ്ടയിൽ കൂടെ നടന്നപ്പോൾ അടിപൊളി ഒരു കരിമീനെ കണ്ട് അതിൻ്റെ മണ്ടയിൽ നിന്ന്. ഞാൻ അന്നേരം താഴെ ഇറങ്ങിയിട്ട് ഒരു കൊതുമ്പിൻ്റെ അടുത്ത് താഴെ ഇറങ്ങി അനങ്ങാതെ എന്നിട്ട് നമ്മളതിനെ അടിച്ചെടുത്ത്. അപ്പോൾ നമുക്ക് ഷൂട്ടൊന്ന് കണ്ടുപോകാം. ഡാർട്ട് ഒന്ന് കയറിയിട്ട് പെട്ടെന്ന് മുമ്പോട്ടൊന്ന് നീങ്ങി അവിടെ അന്നേരം സ്ട്രക്കായി നിന്ന്. ഇന്ന് പോയിട്ടൊന്നും കാര്യമൊന്നുമില്ല, നമ്മൾ വെറുതെ ഒന്ന് ഇറങ്ങിയതാണ്. നേരത്തെ നമ്മൾ വീഡിയോ ഇടിച്ച് താമസിച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴയൊക്കെ ആയിട്ടുണ്ടായിരുന്ന വീഡിയോയ്ക്ക് ഇച്ചിരി താമസം വന്നു. അതുകൊണ്ടാണ് കേട്ടോ. വന്നിട്ട് വലിയ രീതിയിലൊന്നും കരിമീനെ നമുക്ക് കിട്ടിയില്ല. നിങ്ങൾക്ക് ഈ ഷൂട്ടൊക്കെ ഇഷ്ടപ്പെടുമെന്ന് അറിയത്തില്ല. എന്നാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ ഇതിലും നല്ല വീഡിയോ ഒക്കെ നമുക്ക് ഇടാം. രാവിലെ ജോലി ഉണ്ടായിരുന്നു. ജോലിയൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ അങ്ങോട്ട് ഇറങ്ങിയത്. ഇറങ്ങി അങ്ങനെ നമ്മളിങ്ങനെയൊക്കെ ഒന്ന് കറങ്ങി തിരിഞ്ഞൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ 3-4 കരിമീനൊക്കെ കിട്ടി. അപ്പോൾ ആകപ്പാടെ ഒരു മന്ദതയായിരുന്നു ഇന്നത്തെ ദിവസം മൊത്തം. മീനെയും കണ്ടില്ല. മൊത്തം നിൽക്കുന്നത് കുഞ്ഞു കരിമീനാണ് കേട്ടോ. അതിനെയൊന്നും നമുക്ക് ആവശ്യമില്ല. അപ്പോൾ അതൊക്കെ പിടിച്ചാലും നഷ്ടം. അടി കൊണ്ട് കീറി അങ്ങ് പോകത്തേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ അതിനെയൊന്നും പിടിക്കാൻ നിൽക്കത്തില്ല. പിടിക്കത്തേ ഇല്ല അതിനെയൊന്നും. അപ്പോൾ ഇങ്ങനെയുള്ള കരിമീനൊക്കെ നമുക്ക് നോട്ടം. അപ്പോൾ ഇതൊന്നും അടുക്കുന്നില്ല. എന്താ കാരണമെന്നൊന്നും അറിയാൻ വയ്യ. എന്നാൽ വെള്ളത്തിന് വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല തെളിച്ചമുണ്ട്. മീൻ അടുക്കുന്നില്ല. എന്നാൽ മീനെ നമുക്ക് കിട്ടിയ മീനെ എടുത്ത് ബാഗിലാക്കിയിട്ട് എല്ലാം പറക്കി എടുത്തുകൊണ്ട് നമുക്ക് പോവാം. ഇവിടുന്ന് പോയിട്ട് വേറെ വല്ല സ്പോട്ടിലോട്ട് പോവാം കേട്ടോ. ഞാൻ ഈ അടിച്ചെടുക്കുന്ന എന്തൊരു മീനാണെന്ന് എനിക്കറിയാൻ വയ്യ കേട്ടോ. എന്തായാലും അടി കൊണ്ട് കുറച്ച് നേരമായി ഞാൻ എടുക്കാൻ നേരത്ത്. അടി കൊണ്ട് മീനിൻ്റെ അപ്പുറത്ത് ഡാർട്ട് പോയി ഒരു വലിയൊരു വലയ്ക്കകത്ത് കയറുന്ന കുരുങ്ങി അവസാനം പ്രയാസപ്പെട്ടു കേട്ടോ. അത് വലയോട് എടുക്കാൻ ഇറങ്ങിയതെങ്ങുമില്ല. എന്തായാലും അമ്പ് പൊട്ടട്ടെന്ന് വിചാരിച്ചിട്ട് പിന്നെ കരക്കി അവിടെ ഇച്ചിരി ആഴം ഉണ്ടാവേണ്ടി ഇറങ്ങാൻ നിന്നില്ല. വലിച്ച് പിന്നെ എന്തായാലും അതിൽ നിന്ന് ഊരി എടുത്ത് മീനെ നമ്മളിഞ്ഞ് കരക്കെടുത്ത്. ഞാൻ അവിടെ മൊത്തവും നോക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കമ്പ് വല്ലതും ഉണ്ടെങ്കിൽ ആ വലയെന്ന് ആ ഡാർട്ട് കുത്തിയെടുക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ ആ ഭാഗത്തെല്ലാം നോക്കുന്നത്. പക്ഷേ അവിടെ അങ്ങ് കമ്പൊന്നും കിട്ടുന്നതെങ്കില്ല. നമ്മൾ ആകപ്പാടെ ഇങ്ങനെ വിഷമിച്ച്. ഇന്ന് എന്തായാലും കുറേ നേരം ഞാൻ അവിടെ ട്രൈ ചെയ്ത് അവസാനം
വലിച്ച് പിടിച്ച് ഞാൻ എന്നെ ഇനി അടുപ്പിച്ച് അത് നല്ല നല്ല രീതിയിൽ താന്ന് കിടന്നേ പോലെ കേട്ടോ. അതുകൊണ്ട് എത്ര പിടിച്ചാലും വരത്തില്ല. പിന്നെ പുതിയ ഒരു ഡാർട്ടാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതും പൊട്ടിപ്പോയി കഴിഞ്ഞാൽ എല്ലാം പോയി. അതുകൊണ്ട് ആ വിഷമത്തിൽ ഇങ്ങനെ നിന്നെ പിടിക്കുക. കുറേ നേരം ട്രൈ ചെയ്ത് അവസാനം നമ്മളിഞ്ഞ് പിടിച്ചിഞ്ഞ് അകത്ത് എന്തായാലും എടുത്ത് നമ്മളിഞ്ഞ് കരക്ക് ഇട്ടതിനെ. അടിപൊളി ആ മീനെ കാണാൻ. പക്ഷേ മീനിൻ്റെ പേരെന്തോന്നൊരു പിടുത്തമില്ല. ഞാൻ ഒരെണ്ണം എടുത്ത് ചോദിച്ചായിരുന്നു, പക്ഷേ മീനിൻ്റെ പേര് പറഞ്ഞാൽ ഞാൻ അത് മറന്നുപോയി കേട്ടോ. എന്താണെന്ന് എന്തായാലും നിങ്ങളൊന്ന് പറയണേ, മീനിൻ്റെ പേരെന്തോന്ന് അറിയാവുന്നവർ ഒന്ന് പറയണേ. ഈ മീനെ ഡാർട്ടിൽ നിന്ന് ഊരിയിട്ട് ഞാൻ ക്യാമറയിൽ കാണിക്കുന്നത്. അന്നേരം എനിക്ക് വന്ന് ക്യാമറയിൽ കണ്ടില്ലെന്നൊരു വിശ്വാസക്കുറവുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ ക്യാമറ തലേന്ന് എടുത്ത് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്, നല്ല രീതിയിൽ കാണിക്കുന്നത് കേട്ടോ. ഒരു രസമുണ്ട് കാണാനില്ലേ, അടിപൊളി സ്റ്റൈൽ തന്നെ കാണാൻ. വാലിൻ്റെയൊക്കെ മഞ്ഞയും നല്ല കാണാൻ ഒരു രസം, പ്രത്യേക ഒരു ഭംഗിയാണ്. ഞാൻ പോയിച്ചത് വെള്ളത്തിൽ പോയെന്ന്. എന്തായാലും നമുക്ക് അടുത്തൊരു ഫിഷിങ്ങിലോട്ട് പോവാം. ഞാൻ ബാഗ് എടുത്തില്ലായിരുന്നു കേട്ടോ, ബൈക്കിനകത്തിരിക്കുക ബാഗ്. എന്തായാലും നമുക്ക് ആ ബാഗിലോട്ട് കൊണ്ടിടാം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ മുള്ളും കാര്യങ്ങളൊക്കെ കണ്ട് പോകാം. നല്ല അടിപൊളി മുള്ളാണ് എൻ്റെ അത് കേട്ടോ. അതെല്ലാം കണ്ട് പോവുക. എന്തായാലും നമുക്ക് ബാഗിലോട്ട് കൊണ്ടിട്ടിട്ട് അടുത്ത ഇനി കിട്ടുമെന്ന് നോക്കാം. എല്ലാം കാണുന്നതാണ് കുരീപ്പുഴ പള്ളി. എന്തായാലും നമ്മളിനി ആ പള്ളിയിലെടുത്തോട്ടാണ് പോകുന്നത് കേട്ടോ. അവിടെ പോയാൽ കിട്ടുമല്ലോന്ന് അറിയത്തില്ല, എന്നാലും പോവാം. ഇവിടെ ഒരു അണ്ണൻ ചൂണ്ടയിടണം. അണ്ണൻ ചൂണ്ടയിട്ട് പിടിച്ച മീനെയൊക്കെ ഒന്ന് കണ്ടിട്ടു. അണ്ണൻ എൻ്റെ അടുത്ത് ചോദിച്ചു ഇതെന്തോ സംഭവമെന്ന്. അണ്ണൻ എൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആ മീനെ ഒന്ന് കണ്ടിട്ട് നമുക്ക് കുരീപ്പുഴയിലോട്ട് പോവാം, പള്ളിയുടെ അടുത്തോട്ട് പോവാം. ഓക്കെ, കൊച്ചു 2 മീനാണ് നമ്മൾ ഇപ്പോൾ പിടിച്ച് കാണിച്ചില്ലേ, ആ സൈസ് മീനാണ്, കറുത്ത മീനാണ് കിടക്കുന്നത്. അപ്പോൾ സ്പോട്ടിൽ ചെന്നിട്ട് കാണാം. ഓക്കെ, ഹായ്. നമ്മൾ കുരീപ്പുഴയിൽ നിന്ന് ഞാനിഞ്ഞ് പോരുന്നത് കേട്ടോ. അവിടെയൊക്കെ ഇച്ചിരി ശോകമാണ്, അതുകൊണ്ട് കുരീപ്പുഴയിൽ നിന്ന് ഞാൻ പോരുന്നത്. അപ്പോൾ നമ്മൾ നേരെ ചുറ്റുമല ചെറയിലോട്ട് വന്നു. സാധനം ഇങ്ങനെ പറക്കി സെറ്റ് ചെയ്ത് ഇങ്ങനെ നടന്നു കണ്ട ഇങ്ങനെ നടക്കുക, ഇവിടെ മുമ്പോട്ട് നടക്കുക. അവിടെ മൊത്തം നോക്കി കിടന്നില്ലേ ചെളിയാണ് കേട്ടോ. മുമ്പോട്ട് നടന്ന് വരാലിനെ ഇപ്പം വല്ല മഴ പെയ്ത് തണുത്ത് കിടക്കുന്നുണ്ട് വരാൽ കയറാൻ ചാൻസ് ഉണ്ട് കേട്ടോ. വരാൽ കയറാൻ ചാൻസ് ഉണ്ട്. വരാലിനെ കിട്ടുമെന്ന് നോക്കട്ടെ. വരാലിനൊന്നും എനിക്ക് കിട്ടിയില്ല കേട്ടോ. എന്നാലും അത്യാവശ്യം കൊള്ളാവുന്നൊരു കരിമീനെ കിട്ടി. നമ്മൾ പിടിച്ചതിൽ ഇച്ചിരി കൂടെ വലിപ്പമുള്ള ഒരെണ്ണം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഷൂട്ടൊന്ന് കണ്ടു നോക്കണം. ആദ്യമേ ഞാൻ വിചാരിച്ച മീനിൻ്റെ ശരീരത്തൂടെ ഇറങ്ങി ഡാർട്ടങ്ങ് അപ്പുറത്ത് പോയെന്ന്. നമ്മളിഞ്ഞടുത്ത് കരക്കിട്ട് ഇട്ടപ്പോഴാണ് നമ്മൾ നോക്കിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ തൊലിപ്പുറത്തൂടെ ലേശി പോയിട്ടേ ഉള്ളൂ കേട്ടോ. അതെവിടെയെങ്കിലും കുരുങ്ങിയായിരുന്നെങ്കിൽ നമുക്ക് അതിനെ കിട്ടത്തുമില്ലായിരുന്നു. ഉണ്ടോ, ആ തൊലിപ്പുറത്തൂടെ മാത്രമേ ലേശി പോയത്. അത് കരക്ക് കയറിയിട്ടൊന്ന് കണ്ടു നോക്കാത് ഉണ്ടോ, അത്രയും മാത്രമേ പോയിട്ടുള്ളൂ. ഉണ്ടോ, അതെവിടെയെങ്കിലും കുരുങ്ങിയായിരുന്നെങ്കിൽ നമുക്ക് വലിച്ച് പിടിക്കുന്ന വഴിക്ക് അത് തൊലിപ്പുറം എല്ലാം കീറിപ്പോയി നമുക്ക് മീനെ മിസ്സായി പോനെ. പിടിച്ച മീനെ കാണാൻ ഒരു ചേട്ടൻ വന്നായിരുന്നു കേട്ടോ. അപ്പോൾ അവർ രണ്ടും അടുത്തുണ്ട്. മീനെയൊക്കെ കണ്ടിട്ട് വന്ന് നമുക്കതിൻ്റെ സൈസ് ഒന്ന് നോക്കാം. സൈസ് ഒന്നും തന്നെ കിട്ടിയടാ. അന്നേരം ഇന്നത്തെ വീഡിയോ ഇവിടെ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. കാരണം ഇതിലും നല്ലൊരു വീഡിയോയുമായി നമുക്ക് പിന്നെ ഒരു ദിവസം കാണാം കേട്ടോ. ഇന്ന് മഴയൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ ഇറങ്ങിയത് കുറേ മീനൊക്കെ നമ്മുടെ ഇന്ന് മിസ്സായി. കാരണം ഒത്തിരി നാളായി സ്ലിംഗ് ഷോട്ട് ഉപയോഗിച്ചിട്ട്, ഇപ്പോൾ കുറേയൊക്കെ മിസ്സായി. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു വീഡിയോ കാണാം. ഇന്ന് സ്ലിംഗ് ഷോട്ടിൽ പിടിച്ച മീനെയൊക്കെ നമ്മൾ ഒന്ന് കാണാം. പക്ഷേ മീനെ ഒന്ന് കണ്ടുപോകും.